പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്. ഓ, നമ്മൾ ടീം ശക്തമായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. തെക്കേക്കരക്കാരും വടക്കേക്കരക്കാരും റെഡിയാണോ? അങ്ങനെയുണ്ടെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയാൻ പോവുകയാണ്. അല്ല അതെ എന്തൊക്കെയോ ഒരു മിസ്സിംഗ് അല്ലേ? സാധാരണ ഞാൻ ഇങ്ങനെ പറയുമ്പോ അടുത്ത നാട്ടുകൂട്ടം ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു, ഡോർ ഓപ്പൺ ചെയ്ത് അവര് വരുന്നു. പക്ഷെ ഇത്തവണ ഒരു ട്വിസ്റ്റ് ആണ്. ആരാന്നുള്ളത് ഞാൻ പറയില്ല, പക്ഷെ കാണിച്ചു തരും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ചിരിയിലൂടെ. അപ്പൊ ചിരിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലി സ്കിറ്റ് വരുന്നു, നമ്മുടെ ടീം വന്ന് പെർഫോം ചെയ്യുന്നു, അങ്ങനെയല്ലേ? എന്നാ സ്കിറ്റ് ഫുള്ള് കണ്ടോ, കാരണം ഈ സ്കിറ്റിന്റെ ഇടയിലായിരിക്കും നമ്മുടെ നാട്ടുകൂട്ടം വരാൻ പോകുന്നത്. ലാൽ ബാബു ചേട്ടന്റെ ടീമുമാണ് വരാൻ പോകുന്നത്. ആ ടീമിൽ നമ്മുടെ നാട്ടുകൂട്ടമുണ്ട്. വെറൈറ്റി ഓഫ് ഇന്ത്യ. വെറൈറ്റി ഓഫ് ഇന്ത്യ ആണ്, കണ്ടു നോക്കാം. കാലിൽ ചിലമ്പണിഞ്ഞ കാളിയമ്മേ, ഇടം കയ്യിൽ ശിരസ്സുമായി വാഴുമമ്മേ, കാലിട്ട് കണ്ണെഴുതും ദേവിയമ്മേ. എങ്ങനെയുണ്ട് ഞാൻ നടത്തുന്ന ഈ ഉത്സവം? അണ്ണാ പൊളി, അണ്ണാ പൊളി. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടുകാർ നടത്തിയ ഉത്സവം പോലെയല്ല ഇപ്രാവശ്യം കേരളക്കാർ നടത്തുന്ന ഉത്സവം. പൊളി അണ്ണാ, ഒരേ പൊളി. അപ്പൊ ഈ ലൈറ്റിന്റെ പരിപാടിക്ക് എങ്ങനെയുണ്ട്? ലൈറ്റിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു പരാതി ഉണ്ടെണ്ണ. ഈ അമ്പലത്തിന്റെ താഴെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം സീരിയൽ ബൾബില്ലേ, അതിങ്ങനെ മിന്നി മിന്നി കത്തണ. ശരിയാണ്, മിന്നി മിന്നിയാണ് കത്തണത്. അത് മൊത്തം കത്തിയില്ലേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെങ്ങനെ പറ്റിക്കാൻ നോക്കൂല. മൊത്തം എന്ന് കത്തിക്കുന്നോ അന്ന് പേയ്മെന്റ് കൊടുക്കും. എന്നെ പറ്റിക്കാൻ പറ്റില്ല. എന്തൊരു സീരിയലിലെ സിനിമയിലായിട്ടെന്ന് പറഞ്ഞാലും അങ്ങോട്ട് നോക്കിയാണ് വർഷം മാറി മാറിയാണ് ഉത്സവം നടത്തുന്നത്. ഒരു വർഷം തമിഴ്നാട്ടുകാർ നടത്തും, ഒരു വർഷം നമ്മൾ നടത്തും. അപ്പൊ ഞാൻ നടത്തുന്ന ഉത്സവം ആയതുകൊണ്ട് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു കുറവില്ലണ അടിപൊളി. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാം, കച്ചവടം അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട്ടുകാർ നടത്തിയപ്പോ കുറെ കപ്പലണ്ടിയും കടലേ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ കച്ചവടക്കാരെ എന്തെല്ലാം വെറൈറ്റി സാധനങ്ങൾ, ഇതൊക്കെ എവിടെ നോക്കി? എടാ, ഞാൻ കോഴിക്കോട് നിന്നാണ് കച്ചവടക്കാരെ ഇറക്കിയിരിക്കും. കോഴിക്കോട് നിന്നൊക്കെ കൊണ്ടുവന്ന. പിന്നെ കോഴിക്കോട് നിന്ന് കോയാണ് മാന കച്ചവടം. മാന ഈ പുള്ളി ഇങ്ങനെ കച്ചവടം ചെയ്ത 5-6 മാല മേടിക്കും. ഇത് മാത്രമല്ല, ഇതിനെക്കാളും കളർഫുൾ പരിപാടിയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തോന്ന് കളർഫുൾ? 5 ആന ഇറക്കാൻ പോവുകയാണ്. സൂര്യ 5 ആന സിനിമ ഇറക്കാൻ പോണം. ഒറ്റ ഇടി ഇടിച്ചോന്നല്ല, 5 ആന ഇറക്കാൻ പോണെന്ന് സൂര്യ ഇറക്കാൻ പോണെന്നല്ല പറഞ്ഞത്. 5 ആനകളെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. 5 ആനകളെ, അതും തലയെടുപ്പുള്ള ആനകൾ. അങ്ങോട്ട് നോക്കടാ, 5 എണ്ണം നിറഞ്ഞിരിക്കുന്ന കണ്ട. അതിൽ ആ മാള ദേശത്ത് നിറക്കിയ ആന എങ്ങനെയുണ്ട്? അയ്യോ, അതാണ് തലപ്പൊക്കം. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെണ്ണ. ആനേക്കാളും തലപ്പൊക്കത്തിലാണ് പാപ്പാ നിക്കണെന്നാണ് തോന്നുന്നത്. അടിച്ച പാമ്പാടിയായിട്ട് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ടെണ്ണാ. മേലെ മനസ്സ് തുറക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. നമ്മളെല്ലാം അറിഞ്ഞു. നീ എവിടെ നിന്ന് കുടിച്ചത്? എവിടെന്നാണ് കുടിച്ചത്? എന്താ സാനെ, ഉത്സവമല്ലേ, ഒന്ന് കുടിച്ചതാ. അങ്ങോട്ട് പോയി ഞാൻ കസര പിരീടാ. എന്റെ ഉത്സവം കുളമാക്കാൻ വേണ്ടി വന്നിരിക്കണ അണ്ണാ. എന്താ ആ ആനയുടെ ബാക്കി ചങ്ങല ഉണ്ടെങ്കിൽ ഇവൻ ഇടണം, അല്ലെങ്കിൽ ഉത്സവം കുളമാവും. മര്യാദ കേട്ടല്ല, എന്റെ ഉത്സവം കുളമാക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറ. തമ്പി അണ്ണാ, അത് കണ്ടാ കളങ്കാവല്ല സ്റ്റാൻലി ദാസ് വരണണ്ണാ. എന്റെ പൊന്നെ, എന്നെ ഇവിടത്തെ പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. മാല മാത്രം ശ്രദ്ധിച്ചാ പോരാ, മാനവും ശ്രദ്ധിക്കണം. ആരാണ് ഇറങ്ങിയത് മനസ്സിലായല്ല? കളങ്കാവല്ല ടീമാണ്. ഒന്നുമില്ല, നമ്മൾ അവിടെ കുറച്ച് നേരം സമാധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നു, അത്രേ. അല്ല, ആരെങ്കിലും അറിയാവുന്നവര് കണ്ടാലോന്നാ. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ? അതൊക്കെ പറയാം. എന്നാലും ഞാൻ വരില്ല. അതെന്ത്?
അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ എനിക്കറിയാം. അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടല്ല. പിന്നെ പിന്നെന്താ വിശ്വാസം? സൂപ്പർ ആ കൊണ്ടുപോയി ഞാൻ ഈ ചുരിദാർ ഇട്ടോണ്ട് എന്തോന്ന് തമ്പിയണ്ണ നമ്മക്കൊന്നും അല്ലണ്ണ ഉത്സവം, അവനാണ് മഹോത്സവം. അണ്ണാ, നിങ്ങൾ ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് തന്നെ. ഈ തോന്നിയാസമൊക്കെ ഇവിടെ നടക്കുമ്പോ നിങ്ങൾക്ക് ഒരു വാക്ക് ചോദിച്ചുകൂടാണ്? ഞാൻ അവന്റെ മിണ്ടൂല്ലേ? അത് ഞാൻ അവന്റെ സംസാരിക്കില്ല. നിങ്ങൾ ചോദിക്കണം. എനിക്ക് അവന്റെ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ അവന്റെ മിണ്ടൂല. അത് കാരണം എന്തെന്ന്? എന്റെ പെണ്ണു പിള്ളേണ് ആദ്യം വളച്ചത്. ഞാൻ കല്യാണം കഴിക്കാത്ത ഭാഗ്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുപോലെ ഓരോരുത്തന്മാർ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ട്. അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കാര്യം പറഞ്ഞു. ഒരു ലോറൻസ് എന്നാ എന്തോ മണി എന്നാ മണിക്കുട്ടൻ എന്നാ അങ്ങനെ എന്തോ പറഞ്ഞു. എന്റെ മോളെ കണ്ട മാല എന്നൊക്കെ പറഞ്ഞൊരു ഒരുത്തേക്ക് കറങ്ങി നടക്കുന്നുണ്ട്. അവൻ ആരെണ്ണ? ഇതൊക്കെ ആരുടെ ഇങ്ങോട്ട് കയറി പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. ഒരു ഉത്സവം ഉണ്ട്, 48 പേരുണ്ട്. ആരടാ ഇതൊക്കെ? വരണ ഞാൻ ലാസറ് പാലേന്ന്. എന്റെ കൊച്ചിനൊന്ന് കാണണം, കാപ്പി കുടിക്കണം, പോണം. എന്റെ കുഞ്ഞിന്റെ പേര് മേരി. ചിലപ്പോ ഞാൻ മുത്തൂന്ന് വിളിക്കും. എന്റെ കുട്ടിയെ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചൂടെ? ചിലപ്പോ ഞാൻ എന്റെ കുട്ടിയെ കുട്ടി അഖിലെന്ന് വരെ വിളിക്കും. ആർക്കാണ് കുഴപ്പം? എന്റെ കുഞ്ഞെവിടെ? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. മേരി, മുത്തു. ആനയുടെ ഇടയിൽ അങ്ങനെ ചെന്ന് കേറുവോന്ന് തോന്നുന്നു. അണ്ണാ, ഉത്സവം കലക്കണം. പിടിയണ സത്യം പറ. മര്യാദക്ക് തമ്പി അണ്ണയും വീട്ടിൽ പോലും പോവാതാ. സത്യം പറയണം, ആരാ നിന്നെ കുടിപ്പിച്ചത്? എന്റെ ആശാനെ, ഒരു വലിയ കൊമ്പൻ വിസക്കാരനും ഒരു തമിഴ് പറയുന്ന ചേച്ചിയാ എന്നെ കുടിപ്പിച്ചത്. ഓഹോ, അണ്ണന് സംഭവം മനസ്സിലായ? നമ്മൾ കേരളക്കാർ ഉത്സവം നടത്തുമ്പം തമിഴ്നാട്ടുകാർ ഇത് പൊളിക്കാൻ ശ്രമിക്കണം. ഇനി ഞാൻ നോക്കിയിരിക്കില്ല. തമ്പിയണ്ണൻ നടത്തുന്ന ഉത്സവം ആരെങ്കിലും പൊളിക്കാൻ ശ്രമിച്ച ഞാനത് ചോദിച്ചിരിക്കണം. ഞാനിന്ന് തമ്പിയണ്ണൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവം അറിയാം. അവൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും. അതാണ് ചെറുക്കൻ. കുടം മാത്രമേ ഉള്ള അപ്പൊ അവന് അയ്യോ என்கிட்ட மோதிரத்துக்கு யாரடா இந்த கொலக்கோழி அமைச்சு விட்டது? എന്നെ കൊലക്കോഴിന്ന് വിളിച്ചോദിന് സത്യമാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിക്കാം. അണ്ണാ ചോദിക്കണം. നമ്മള് മലയാളിയുടെ അഭിമാനം കാക്കണം. അണ്ണാ ചോദിക്കണം. എന്റെ ചെറുക്കന് നീ അടിച്ചല്ലേ? ஆமா ஆமா ஏன் என்ன பண்ணுவ? என்ன ചോദിക്കട്ടെ. வாடா നിന്നെ ഉണ്ടാ ഞാന് നിന്നെ നിന്നെ 1 2 3 വൃന്ദാവനത്തിൽ മെഗം നന്ദ ഗോവിന്ദ മുകുന്ദ ബാബാ ഓട കുഴൽ വിളി ഓടക്കുഴൽ വിളി നിന്ന് കഴിക്കാനുള്ള പോയി അടിയണ്ട ഞാൻ കാണിച്ചു തരാം. എന്റെ പയ്യനെ അടിച്ചിട്ട് തങ്കച്ചിയുടെ മേൽ കൈവച്ചാ കൗണ്ടർ അടിക്കുവേ. നല്ല കൗണ്ടറാണ് ഇപ്പൊ അടി. എല്ലാരും കൈയടിക്കും. അറിവുകെട്ട മുണ്ടമേ, എൻ മച്ചാൻ തങ്കച്ചിയുടെ പുരുഷൻ കൗണ്ടർ ഓൻ നിന്നെ അടിക്കവേ. അണ്ണ ഓ നിന്നെ അടിക്കുന്നു. കണ്ണൂരുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് മനസ്സിലായാലും അണ്ണാ ഞാൻ അറിഞ്ഞാത്തോട് ചോദിക്കുകയാണ്. നിങ്ങളെ വീട്ടിൽ ചാണാൻ മാറുന്ന ഈ അപ്പക്കാള എന്നാ തമിഴനായത്? കണ്ണൂരുള്ളവരായിരുന്നു. പണ്ട് എന്റെ കൂടെ നിന്നവനാണ്. ഇപ്പൊ ലെവലെ കണ്ടപ്പോ ചാടി അങ്ങ് പോയി. കേട്ടാ, നീ കാര്യം മനസ്സിലാക്കണം. അപ്പക്കാള നിനക്ക് മലയാളം പറഞ്ഞോളാം. നീ എന്തിനാണ് തമിഴ് പറഞ്ഞു കൊടുക്കണം? നിനക്ക് വല്ല കാര്യം. ഞാനൊരു കാര്യം പറയട്ടാ. ഞങ്ങൾ നടന്ന ഉത്സവം കളർഫുൾ ഉത്സവമാണ്. അതിനുവേണ്ടി നമ്മൾ കുറെ കളർഫുൾ ഉള്ള ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. അഖിൽ കവലൂര്, അർജുൻ, നമ്മളെ പേരെന്തോന്നു, എലീന, ശ്രീവിദ്യ, ചേച്ചി.
അങ്ങനെ ഒരുപാട് കളർഫുൾ ടീം വൃന്ദാവനത്തിൽ മെഗും നന്ദ ഗോവിന്ദകരൻ സുന്ദരന മുകുന്ദ ബാബാ പോടകുഴൽ വിളി മോടിയാൻ അല്ല സന്തോഷം പാട്ട് വരി പാട്ട് കേട്ടാ ഞാൻ കളിച്ചു നിനക്കറിയല്ല. പാടൂല ഇത് ഭയങ്കര കളർഫുൾ ആയിട്ട് ഇറക്കിയിരിക്കുകയാണ്. ഇതിന്റെ മേലിൽ കളർഫുൾ ആയിട്ട് എന്നടാ നിങ്ങൾ വെക്കാൻ പറ്റുമോ? இது கலர்ஃபுல்ல இது என்ன கலர்ஃபுல் கலர்ஃபுல் என்னன்னு உனக்கு தெரியுமாடா நான் காமிக்கட்டுமா கலர்ஃபுல் என்னன்னு காமிக்கட்டுமா അവനെ കാണിക്കേ. தமிழ்நாடோட ஸ்டைல் மன்னன் சூப்பர் ஸ்டார் ரஜினிகாந்த் സൂപ്പർ பாத்தியாடா இதுதான்டா கலர்ஃபுல் പൊളി എന്ന് പറഞ്ഞാ പൊളി. അവര് അണ്ണാ ഇനിയിപ്പോ ആരിറക്കണ്ട നമ്മള്. ഞാൻ വിചാരിച്ചേ പുള്ളി നടന്നു വേണ്ടി 2 ദിവസം എടുക്കും. അത്രയും സ്ലോ മോഷൻ ആയിരുന്നു. അത് വേറെ കേസുണ്ട്. നമ്മൾ അങ്ങനെ ഇങ്ങനെ തളരൊന്നുമില്ല. നിങ്ങൾ സ്റ്റൈൽ ഇറക്കി കഴിഞ്ഞാ നമുക്ക് കൊണ്ടൊരാള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആള്. ആരെണ്ണാ? രാജാവിന്റെ മകൻ മോഹൻലാൽ. അല്ല ലാലേട്ടന്റെ മകൻ. അപ്പൊ രാജാവിന്റെ മകന്റെ മകൻ. അതെ, പ്രണവ് മോഹൻലാൽ. കേറി വാ മോനെ. സിമ്പിൾ എന്ന് പറഞ്ഞ വളരെ സിമ്പിളായ പയ്യൻ. இது என்ன சிம்பிள் இது எதுவும் சிம்பிள் அல்ல அண்ணே மாமாவை கூப்பிடுண்ணே. ஓ താഗരാജൻ. ആരെ? തങ്കരാജനാ? തേങ്ങരാജന. தியாகராஜ ஏன் மாமா மாமாய் தியாகராஜ மாமாய் ஜி கிருஷ்ணமூர்த்தி வணக்கண்ணே. ரொம்ப கேள்விப்பட்டிருக்கேன். विष्णु नटराज विष्णु मगर 1 लाख के लिए नहीं 5 लाख के लिए. प्रोसिक्यूशन को गलती हो गया. எப்படிடா மாசுனா இதுதான் மாசு. ഇതൊക്കെ എന്തോന്നാ മാസ്? ഇതൊന്നും അല്ല മാസ്. നിങ്ങളൊരു ഗുണ്ട ഇറക്കിയപ്പോ നമ്മൾ അങ്ങ് പേടിക്കുമെന്ന് വിചാരിച്ചാ? കരാട്ടെ, കുമ്പു, കളരിപ്പയറ്റ്, ഇനി വേറെ എന്തെങ്കിലും കയ്യും കാലും വെച്ചുള്ള പരിപാടി ഉണ്ടെങ്കിൽ അതെല്ലാം അരച്ച് കലക്കി കുടിച്ച നമ്മളൊരാളുണ്ട്. വിളിക്കട്ടാ ബാബു ആന്റണി. ഞാനുള്ളപ്പോൾ ഈ പൂരപ്പറമ്പിൽ അടിയുണ്ടാക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതി. ഉത്സവം ഗംഭീരമായി നടക്കട്ടെ. പോണത് കൊള്ളാം. ആ ജിബി തലകെട്ടല്ലേ. என்ன என்ன ஸ்டண்ட் மாஸ்டரை கொண்டு வந்தா என்ன பயப்படுவோம் நினைச்சியா? ஏன் முறை மாமே? ஏது மாமே? போலீஸ்ல இருக்காங்க. அண்ணா சொல்லுங்க அண்ணா. விஜய் சேதுபதி. புலி புலி இந்த பொண்ணு. ஆனா அவனை கடைசியில் என்கவுண்டர்ல போட்டு தள்ளுறது யாரு? போலீஸ் தானே. போலீஸ் தான் ஹீரோ, போலீஸ் தான் கெத்து. என்ன തമ്പിയണ്ണ അവര് പോലീസിന് ഇറക്കി, നമ്മൾ എന്തോ ചെയ്യും? നമുക്കെന്താ കള്ളന്മാരെ ഇറക്കടാ. ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, നിങ്ങളല്ലേ പെരിയ കള്ളായി. എടാ അങ്ങനെയല്ല, അവര് പോലീസിനെ ഇറക്കിയെങ്കിൽ നമ്മള് അതുക്ക് മേലുള്ള ആളെ ഇറക്കും. ആരുടെ മേലെ? CID മൂസ.
മുലങ്കുഴിയിൽ സഹദേവനാ. പിന്നല്ലാതെ முழங்குழியில் சந்தேகம். அன்னைக்கு நீங்க என்கிட்ட என்ன கேட்ட? உன்னால் சிஎம் காப்பாற்ற முடியுமா? முடியும். ஏன் தெரியுமா? ஐ அம் மூசா, சிஐடி மூசா. ഒരു സത്യം അറിയോ? ഞാനൊരു വലിയ സംഭവം. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലേ? ഡയലോഗ് പറഞ്ഞ കണ്ടാ. என்ன டைலாக் இதெல்லாம் ஒரு டைலாகா? என்ன வேற யாராவது இருக்காங்களா இவ்வளவு டைலாக் சொல்றதுக்கு? டைலாக் അണ്ണാ പറഞ്ഞ ഡയലോഗ് കേട്ടോ അണ്ണാ. എനിക്കറിഞ്ഞൂടാ, നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഡയലോഗ് പറയാനാണെങ്കിൽ നമുക്ക് ആളുണ്ട്. யாரு? മലയാള സിനിമയിൽ ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ എഴുതി മലയാള സിനിമയെ കോരിത്തരിപ്പിച്ച തിരക്കഥാകൃത്ത്, തിരക്കഥയുടെ കിങ്, സ്ക്രിപ്റ്റുകളുടെ കമ്മീഷണർ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ജോസ്. പിന്നെ ആര് പറഞ്ഞത്? രഞ്ജി പണിക്കർ. ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുമ്പേയുള്ളിവൻ ആരാണ്? കാല് കുത്തിയൊരേതു മണ്ണും കൈവണങ്ങിയതാണെന്നും ചീറ്റിയെത്തിയ കാട്ടുപോത്തും തോറ്റുമാറിയതാണയ്യാ. അയ്യോ ഹലോ ബോംബെ. കേരള കാര്യം പറഞ്ഞ അല്ല ബോംബെ. ബോംബ് കുളത്തിനകത്ത് അറിയില്ല വേട്ടാ. This is my entertainment. ആരും പേടിക്കണ്ട. നമ്മളെ രക്ഷിക്കാനേ നമ്മള് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സാറ് ദാ വരുന്നു. ആ ബോംബ് പൊട്ടില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. കേരളത്തിൽ ഇതിനു മുമ്പ് പലരും പല ബോംബുകൾ ഇട്ടില്ലേ? അതൊക്കെ വെറും നുണ ബോംബുകളായിരുന്നില്ലേ? ആ ബോംബുകളൊക്കെ ഞാൻ നിർവീര്യമാക്കില്ലേ കേരളത്തിന്റെ രക്ഷകനായിട്ട്. ഇനി എന്നും ഞാനുണ്ടാകും. ഇനി ഇമാതിരി തക്കിട തരികട പരിപാടിയോട് വന്നാ നിന്റെ കാര്യം ഓടിക്കോ. നീ ഓട് പോ. സാറേ, സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി സാറ് അന്ന് പ്രസ് മീറ്റില്ലേ ഒരു ആക്ഷൻ കാണിച്ചില്ലായിരുന്നു? ആ ആക്ഷൻ നമ്മുടെ ഉത്സവത്തിന് വന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണിക്കൂ സാർ പ്ലീസ്. പിന്നെന്താ തരാലോ? അതെ എന്താ ആ ബോംബെ തമിഴ്നാട്ടിലെ ബോംബാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബോംബ് സാറൊക്കെ നിർവീര്യമാക്കി. എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് തമിഴ്നാട്ടിലുണ്ടെന്നേ. அப்பா எனக்கு நம்ப முடியல. விஜய் சார் இங்க வந்திருக்காங்களா? விஜய் சார் இங்க வந்திருக்காங்களா? ഞാൻ ഇതുവരെ വിജയനെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് കാണിച്ചു തരൂ. நான் கூப்பிடுறேன். தமிழ்நாட்டின் முதல்வர் திரு ஜோசப் விஜய் அவர்களே வருக.
என் நெஞ்சில் குடியிருக்கும் എന്തായാലും ഒരു കാര്യമുണ്ട്, രണ്ട് മുഖ്യന്മാരും വന്നതുകൊണ്ട് നമ്മുടെ ഉത്സവം ഗംഭീരമായി. ഇനി നമ്മൾ കാണേണ്ട എന്താണ്, നമ്മൾ സെറ്റ് ചെയ്ത ഘോഷയാത്ര. അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. റെഡിയല്ലേ? കാണാൻ വേണ്ടി റെഡിയല്ലേ? ഘോഷയാത്ര അനൗൺസ്മെന്റ് ചെയ്യണോ? ഓ ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഇതാ ക്ഷേത്ര മൈതാനത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1863 ജനുവരി 12 കൊൽക്കത്ത കൗർ മോഹർ മുഖർജി സ്ട്രീറ്റിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി പിറന്ന നരേന്ദ്രനാഥ് ദത്ത എന്ന നരേന്ദ്രൻ സൈദ്ധാന്തിക ദാർശനിക വീക്ഷണകോണുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദ. മഹിമയാളും ഭരതപുരി തരും തുടരും അതിദ്രുത കനിവു ശാന്തിയാത്ര തുടരും ഈ യാത്ര. അടുത്തതായി വരുന്ന പ്ലോട്ട് BR അംബേദ്കർ. ರಾಷ್ಟ್ರ ಸಂವಿಧಾನಕ್ಕೆ ನೀನೆ ಶಿಲ್ಪಿ, ನೀನೆ ಗಳಿಸಿಕೊಟ್ಟೆ ಸಮಾನತೆ. ಕರಿಯ ಬರಹ ದೇಶ ಗರ್ಜನೆ, ಒಂದು ಮಾತು ಕೂಡ ಭೀಮ ಗರ್ಜನೆ. Reading this paragraph in the light of the cabinet missions statement, or reading it even in the light of the Congress, this Vardha said, I like a strong united center. Dr. Baba Saheb Ambedkarancha. Dr. Baba Saheb Ambedkarancha. എങ്ങനെയുണ്ട് ഘോഷയാത്ര? ഘോഷയാത്ര എങ്ങനെയുണ്ട്? പിന്നെ ഈ ഘോഷയാത്രക്ക് ഒരു അടിച്ചുപൊളി പാട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. എന്നാ പാട്ടിട്ടാ ആദ്യമായിട്ടായിരിക്കും ഒരു സ്കിറ്റിലൂടെ നാട്ടുകൂട്ടം ടീമായിട്ട് വരുന്നത് അല്ലേ? അതും ഇത്രയും സ്റ്റാർസ് ആകുമ്പോ അവർക്ക് ഇതിലപ്പുറം വേറൊരു എൻട്രി ഇനി കൊടുക്കാനില്ല. ഇപ്പൊ വൈറ്റ് ഫ്രെയിമിൽ നോക്കുമ്പോ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഓ ദൈവമേ, അങ്ങനെയൊക്കെ പറയാം. ഇവിടെ പിറകോട്ട് നോക്കാനും വയ്യ, അങ്ങോട്ട് നോക്കാനും വയ്യ, ഭയഭക്തി കൊണ്ടേ. എടാ ഞാൻ എങ്ങനെ ബാക്കി ഇരുന്നൊക്കെ ചിരിക്കുന്നേ, എന്റെ CM ഒക്കെ അവിടെ ഇരിക്കുന്നേ. ഇവിടാണെങ്കിൽ മസിൽ വിടത്തേ ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കും. എനിക്ക് ഡൂഡ് കണ്ണാടി വെച്ചെടുത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു. ഡൂഡ് ചിരിക്കണമെങ്കിൽ നമ്മുടെ സ്കിറ്റ് ഇവിടെ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൂഡിന്റെ ചിരി കാണാം. അങ്ങനെ വരണമെങ്കിൽ ആ സ്കിറ്റ് ആരിറക്കണം? നമ്മൾ ഇറക്കണം. വടക്കേക്കര ഇറങ്ങിയ ചിരിക്കൂലേ? വടക്കേക്കര ഇറങ്ങിയ ചീയും ചിരിക്കൂല. ഇന്നത്തെ എപ്പിസോഡില് ഡ്യൂഡ് ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന 6 സ്കിറ്റിനാന്നുള്ളത് നമുക്ക് നോക്കാം. ഡൂഡ് അങ്ങനെ ഇരുന്നാലും ഡൂഡിന് പേയ്മെന്റ് കൊടുക്കുള്ളൂ. ഓട്ടോടൊക്കെ ഇരിക്കണം, ചിരിക്കൂല. അപ്പൊ നമ്മുടെ ഡൂഡിനെ ചിരിപ്പിക്കാനായിട്ട് വരാൻ പോകുന്നത് സനീഷ് ചേട്ടൻ, സിന്ധു ചേച്ചി ആൻഡ് മനോജ് ചേട്ടൻ. ചേച്ചി ബാറ്ററി ഓൺ, കിറ്റ് ഓൺ. പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓഹോ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? ഈ സന്തോഷ ദിവസത്തിൽ ഞാൻ എന്റെ ക്ലാരിയോട് ഇതെങ്ങനെ പറയും?
മൈക്കിൾ ആരാ? മൈക്കിൾ ആരാ? ആരാ മൈക്കിൾ? മൈക്കിൾ ആരാന്നല്ല, മൈക്ലാരാ, എന്റെ ക്ലാര. അങ്ങനെ ക്ലാര, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ അത് എനിക്ക് അറിഞ്ഞുകൂടെ. കപ്പത്തോട്ടത്തിൽ നിന്ന് നമ്മളെ പൊക്കിയിട്ട് ഇന്ന് 7 വർഷമാകുന്നു. ക്ലാര, ഇന്ന് നമ്മുടെ 7th വെഡിങ് ആനിവേഴ്സറി. ഇത് ആഘോഷിക്കാനാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊക്കെ അറിയായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് സാധാരണ 2 years ആകുമ്പോ തന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഡിവോഴ്സ് ആകുന്നു. ബട്ട് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 7 years ആയിരിക്കുന്നു. ഇതുവരെ നമുക്കിടയിൽ ഒരു പ്രോബ്ലംസും ഇല്ല. എന്താ ഫ്രെഡി അതിന് കാരണം? കഴിഞ്ഞ 7 വർഷമായിട്ട് എന്റെ മൊബൈലിന്റെ പാസ്വേഡ് നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അത് തന്നെ കാരണം. പിന്നെ ക്ലാര, ഈ ദിവസം നിനക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അതെ, പക്ഷെ നീ അതെന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാനൊരു ഉഗ്രൻ സമ്മാനം തരും. എന്ത് സമ്മാനം? നീ പോലും അറിയാ നിനക്ക് മേടിച്ചിട്ടിരിക്കുന്ന ഈ കാറ്. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. എന്നാൽ എന്തായിരിക്കും അത്? ഫ്രെഡി, ഒരു ക്ലൂ തരുമോ? ജയറാം അഭിനയിച്ച ഇത് കാർ എന്ന സിനിമയിൽ അതിന്റെ ക്ലൂ ഉണ്ട്. നിന്റെ അച്ഛൻ ബുക്കിള് ജോണി. എടി, നിനക്ക് പറഞ്ഞ ഈ സർപ്രൈസിന്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. നിനക്ക് മേടിച്ചിട്ടിരിക്കുകയാണിത്. Clara, this car of you. Oh, this car, my car. Oh, so nice, Freddy. ഞാനും ഇന്നലെ കണ്ട വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പഴാ എന്റെ സൗണ്ട് കേൾക്കുന്നത്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ വാക്കും ക്ലീനറോ? ഹലോ, ഐ ആം സത്യശീലൻ ഫ്രം കായംകുളം. ഐ ആം ഫ്രെഡി ഫ്രം അമേരിക്കൻ ജംഗ്ഷൻ. അമേരിക്കൻ ജംഗ്ഷൻ. അമേരിക്ക? അതെ. നിങ്ങൾ രണ്ടുപേരും അമേരിക്കനാണ് വരുന്നത്? അതെ. പിന്നെ 20 years ആയിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സെറ്റിൽഡ് അല്ലേ? 20 വർഷമായി. അപ്പൊ ഈ ട്രംപിനെയൊക്കെ ഭയങ്കര പരിചയമായിരിക്കുമല്ലോ അല്ലേ? പിന്നെ എന്റെ രാധാണി കുഞ്ഞുമ്മയുടെ ഭർത്താവല്ലയോ ട്രംപ്. അങ്ങനെയാണെങ്കിൽ ആ ട്രംപിനോട് പറഞ്ഞിട്ട് ഇറാനുമായിട്ടുള്ള യുദ്ധമില്ലേ, ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തരാൻ പറ്റൂ? അതങ്ങനെ നിസ്സാര വിഷയമൊന്നുമല്ല. ഈ ഇറാൻ എന്റെ കുഞ്ഞുമ്മയുടെ പറമ്പിൽ കയറി 2 ഈറ വെട്ടി. അതിന്റെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ യുദ്ധം അവിടെ നടക്കട്ടെ. ഇവിടുത്തെ യുദ്ധം നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. ഇതാണ് സാറിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന 1 കോടി രൂപ വിലയുള്ള കാറ്. ശീലൻ, എനിക്ക് ഈ കാശെന്നൊക്കെ പറയുന്നത് വിഷയമല്ല. ഞാനൊരു വേദനിക്കുന്ന കോടീശ്വരനാണ്. കുഴപ്പമില്ല സാറേ, വണ്ടിക്കകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അതും വേണമെങ്കിൽ നോക്കി കണ്ടോളൂ. കണ്ടോളൂ, കുഴപ്പമില്ല. കോട്ടിട്ട പലരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കോട്ട് വിഴുങ്ങി ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട്. അതെ ഫ്രെഡി, എനിക്ക് ഈ കാർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഫ്രെഡിക്ക് ഇഷ്ടമായോ? മണീനീച്ച പറന്നു പോകുന്ന പോലെയുണ്ട്. ആരോടാണ് സംസാരിച്ചത്? അല്ലെ, ഞാൻ എന്റെ മാനേജറോട് ഞാൻ സാറിനെ ഒന്ന് പൊക്കി അടിച്ചതാ. പൊക്കി അടിക്കാൻ ഞാനെന്താ ടിപ്പറോ? ഹലോ, കോട്ടയം വഴി മൂവാറ്റുപുഴ അപ്പുറത്തിന് വിട്ടോളൂ. ഫ്രെഡി ഫോണില് ആരുമല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ ടിപ്പറിന് വഴി പറഞ്ഞു കൊടുത്തതാ. മിസ്റ്റർ സത്യശീലൻ, അപ്പോ ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റീസ് ഒന്ന് പറഞ്ഞു തരുമോ? ഇത് സത്യത്തിൽ ഇത് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് സാർ. അങ്ങനെയാണോ ഞങ്ങൾക്ക് ഈ വണ്ടി വേണ്ട? അതിനാ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ലിമിറ്റഡ് ഷോപ്പ് വണ്ടി നിർത്തത്തില്ല. അയ്യോ, അതല്ല പറഞ്ഞത്, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തോന്നോ PSC പരീക്ഷ നടക്കുന്നത്? അതിനങ്ങനെ പറഞ്ഞത് ഫുൾ ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നു. അയ്യോ, അതല്ല, വളരെ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു തരൂ സത്യശീലൻ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹോണിന് സ്വല്പം ഓളിയക്കുറവുണ്ട്. അത് കുഴപ്പമില്ല സാർ, അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് ഇത്തിരി ഓളിയുള്ള ഒരു ഹോണ് ഞങ്ങളുടെ കമ്പനി പ്രത്യേകം ഇതിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യശീലൻ, ഒരു ഹോൺ ബാക്കിലും കൂടെ സെറ്റ് ചെയ്ത് കൂടെ? അതെന്തിനാ സാറേ ബാക്കിൽ ഹോൺ വെക്കുന്നത്? റിവേഴ്സ് എടുക്കുമ്പോ ഹോൺ വേണ്ടേ? ഞാൻ മറന്നുപോയി കേട്ടോ. ഈ രണ്ടാമത്തെ ഫീച്ചർ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ലൈറ്റിന് സ്വല്പം വെട്ടക്കുറവുണ്ട്. കുഴപ്പമില്ല സാർ, അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് നല്ല വെളിച്ചമുള്ള 2 ഹെഡ്ലൈറ്റ് ആണ് ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരെണ്ണം സാറിന് എക്സ്ട്രാ തരുകയും ചെയ്യും ഹെഡ്ലൈറ്റ്. എനിക്ക് ഇതിനെ റബ്ബർ വെട്ടാൻ പോകാനാണ്. അയ്യോ, ഒരെണ്ണം കേടായി കഴിഞ്ഞാൽ സാറിന് അത് ഫിറ്റ് ചെയ്യാമല്ലോ. അങ്ങനെയെങ്കിൽ ഫ്രണ്ടിൽ മാത്രമാക്കുന്നത് എന്തിന്? ഈ വണ്ടിയുടെ ചുറ്റിനും അങ്ങ് ഹെഡ്ലൈറ്റ് സ്ഥാപിച്ചുകൂടെ? ഗുഡ് ഐഡിയ. എന്റെ പൊന്നു സാറേ, ചുറ്റിനും എന്തിനാണ് ഹെഡ്ലൈറ്റ് വെക്കുന്നത്? ക്ലാരയല്ലേ വണ്ടി ഓടിക്കുന്നത്. എങ്ങോട്ടൊക്കെ പോവോ, ആരുടെയൊക്കെ നെഞ്ചത്ത് കയറുമോ ആർക്കറിയാം. നാട്ടുകാർ വെട്ടം കണ്ടോടത്തെ. തണ്ണിയല്ല ഫ്രെഡി, ഇതാണ് ഫണ്ണി. ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് സാർ തരാൻ പോകുന്നത്. സാർ ഈ കാർ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ 4 എയർ ബാഗ് സാറിന് ഫ്രീ ആയിട്ട് കിട്ടും. 1 കോടി രൂപയുടെ വണ്ടിയിൽ വെറും എയർ നിറച്ച ബാഗുകളോ?
ഫ്രെഡി ആ എയർ മാറ്റി മറ്റെന്തെങ്കിലും സാധനം നിറച്ചു തരാൻ പറയൂ. എന്നാ സാറേ ഈ പറയുന്നത്? പറഞ്ഞത് മനസ്സിലായില്ല. ക്ലാര, ഈ എയർ ബാഗ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനുള്ളതാണ്. വെരി ഗുഡ്. അതായത് ഇപ്പൊ ഈ വണ്ടി എവിടെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഈ എയർ ബാഗ് ഉപയോഗിച്ച് നമുക്ക് പാരച്ചൂട്ടായിട്ട് രക്ഷപ്പെടാം. മുക്കഴങ്ങ് എന്നാ പറയാനാ? അതൊന്നുമല്ല, ഇതിനെക്കാട്ടും വലിയ ഫീച്ചറാണ് അടുത്തത്. സാറേ, ഇതിന്റെ ശബ്ദം അകത്ത് നിന്ന് പുറത്തോട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇത് 2 സൈലൻസറാണ് ഞാൻ ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ 4 സൈലൻസർ ചെയ്യണം. അതെന്തിന്? സത്യശീലൻ അറിയാമോ, ഇവിടെ അലപ്പുകാരൻ പണ്ട് ഞാൻ ഇവിടെ കൊണ്ട് ആറാച്ചണ്ടറിനകത്ത് അപ്പൊക്കൊണ്ടിരുന്നത്. ആരാച്ചറ പണ്ടയ്ക്കോ? അയ്യോ, ആരാച്ചറല്ല, RX-100 bike. ഷാരൂഖ് ഖാന്റെ വണ്ടിയാണ്, അവിടെ നിൽക്കട്ടെ. അവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബോണറ്റിന് തന്നെ 10 ലക്ഷം രൂപ വില വരുന്നുണ്ട്. ഓഹോ, അപ്പൊ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ബോണറ്റ് മാത്രമേ മേടിക്കുന്നു, ബാക്കി എനിക്ക് ഫ്രീ തരുവോ? ഈ 10 ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്കാണ് ഈ 1 കോടി രൂപ വില വന്നിരിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, കാശ് എനിക്കൊരു വിഷയമല്ല. എന്റെ സ്വത്ത് എനിക്ക് എത്ര ഉണ്ടെന്ന് അറിയത്ത് പോലുമില്ല. അതിനൊക്കെ ഞാൻ അക്കൗണ്ടുമാരെ വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. എന്റെ ഭാഗ്യം. കോടീശ്വരനിക്ക് വന്നേ, പുറകിലാണ് സ്റ്റെപ്പിനി ഉള്ളത് കേട്ടോ. എടാ പോടാ അവിടുന്ന്, അതെന്റെ ഭാര്യ. അമേരിക്കയിലാണ് എനിക്ക് സ്റ്റെപ്പിനി ഉള്ളത്. ഈ കാറിന്റെ പുറകിലാണ് സ്റ്റെപ്പിനി ടയർ വെച്ചിരിക്കുന്നത് പറഞ്ഞത്. പിന്നെ ഫ്രെഡി, ഞാനൊരു കാര്യം പറയുന്നോണ്ട് ഫ്രെഡിക്കൊന്നും തോന്നരുത്. പറയൂ. അതായത് എന്റെ അച്ഛനെ ഈ കാറിന്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി എനിക്ക് ഹിമാലയത്തിലേക്ക് ഒന്ന് പോകണം. എന്തിനാണ് ആ പാവം പിടിച്ചവനെ ബുദ്ധിമുട്ടാക്കുന്നത്? നമുക്ക് പകരം ഒരു മങ്കിച്ചണ്ട മേടിച്ച് ഫ്രണ്ടിൽ തൂക്കിയിടാം. എന്തിന്? നിന്റെ അച്ഛന്റെ ചൈനാമൂക്കും ആ മങ്കിച്ചണ്ട ഒരുപോലെ ആയിരിക്കുന്നത്. പിന്നെ ഫ്രെഡിക്ക് അറിയാലോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന്. അതായത് കുങ്കുമത്തളികയിൽ എന്റെ പാദങ്ങൾ മുക്കി എന്നെ പൊക്കിയെടുത്ത് ഫ്രെഡി ഈ കാറിന്റെ ബോണറ്റിൽ പതിപ്പിക്കണം. സത്യമാണ്, ഇപ്പൊ എല്ലാരും അത് റീൽ എടുത്തിട്ട് വൈറലാക്കിട്ട് ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേഡം, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ എന്തിന് താമസിപ്പിക്കുന്നു സത്യശീലൻ? പൊക്കിയെടുത്ത് പതിപ്പിക്കൂ. പറയണ്ടേ പൊക്കാൻ? സത്യശീല, നീ ഒരുമാതിരി അളിഞ്ഞ ശീലനാകരുത്. ഇത് അവളെ പൊക്കാറല്ല പറഞ്ഞ, തളിക പൊക്കിയെടുത്തിട്ട് വരാനാ പറഞ്ഞത്. ഞാനിപ്പോ പെട്ടുപോയ. പിന്നെ ഫ്രെഡി, ഇപ്പോ സത്യശീലൻ തളിക കൊണ്ടുവരും. ഞാനപ്പോ ഇങ്ങനെ എന്റെ പാദങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നു. ഫ്രെഡി എന്നെ പൊക്കിയെടുത്ത് ആ കാറിന്റെ ബോണറ്റിൽ പതിപ്പിക്കുന്നു. ഞാനൊരു സത്യം പറയട്ടെ, എന്ത് സുന്ദരമായ കാലാണ് നിന്നത്. ബ്യൂട്ടിഫുൾ കാൽ. ഫ്രെഡി, എന്റെ അമ്മയുടെ കാലുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ. ഈ തളിക കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തളികയിലോട്ട് മേഡം കാല് വെക്കുന്നു, സാറ് പൊക്കിയെടുക്കുന്നു, ഈ ബോണറ്റെ കൊണ്ട് ചവിട്ടിക്കുന്നു. അപ്പോ റീ എടുക്കുമല്ലോ? ഞാൻ റീലെടുത്തോളാം, എന്റെ കുഴപ്പമില്ല. അപ്പൊ എടുക്കട്ടെ? പിടിച്ചോളൂ. സത്യശീല എടുത്തോളേ. സത്യശീല, ഇതൊന്ന് താങ്ങ് സത്യശീല. സത്യശീല, വയ്യാത്ത പറ്റി കയ്യാലെ കയറുന്ന കാര്യം ഉണ്ടായിരുന്നു. ആ ചവിട്ടിക്കൊടുത്തു. എന്തോ സത്യശീല? സാറേ, ഇതിന്റെ ലെൻസ് പൊട്ടിയെന്നാ തോന്നുന്നത് കേട്ടോ. ലെൻസ് പൊട്ടിയോ? ലെൻസ് പൊട്ടിയിട്ടില്ലല്ലോ സാറേ. ഇതിന്റെ ബോണറ്റ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ബോണറ്റ് പൊട്ടി. എന്ത് ചെയ്യും സത്യശീല? 1 മിനിറ്റ്. എന്തിനാ സാറേ 1 മിനിറ്റ്? ഈ പുല്ലിനെ കൊണ്ട് കളയാൻ. സാറേ, അബദ്ധമൊന്നും കാണിക്കരുത്. എന്തിന്? സാറിന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നേരും. എന്തിന്? ഞാൻ കൊണ്ട് കളഞ്ഞായിരിക്കും. അമ്മാതിരി ചവിട്ടല്ലേ ചവിട്ടിയിരിക്കുന്നത്. കാലാന്നാ പറഞ്ഞു. എന്റെ അമ്മയുടെ കാലുകൾ. നിന്റെ അമ്മയുടെ കാല്. സത്യശീല, ഈ ഒരു ചവിട്ട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇവിടെ അച്ഛൻ്റെത് ജന്മനായുള്ള ചൈനാമൂക്കല്ല, ഇവിടെ അമ്മ ചവിട്ടി ചളക്കിയതാണ്. 7 years ആയി നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇതുവരെ ഈ അമേരിക്കൻ ക്ലാരയോട് ഫ്രെഡി ഇങ്ങനെ ടോക്കിയിട്ടില്ല കേട്ടോ. ഈ അമേരിക്കൻ ക്ലാരയല്ല, കേരളത്തിലെ വ്ളാട്ടി. എന്താ നീ എന്നാടി ഈ അമേരിക്കൻ ക്ലാരയായത്? എന്നാടി നീ അമേരിക്കൻ ക്ലാരയായത്? ഞാൻ കെട്ടിയ ശേഷമാണ് നീ അമേരിക്കൻ ക്ലാരയായത്. അതിനു മുമ്പ് നീ വ്ളാത്താങ്കര ക്ലാര. പറഞ്ഞത് എങ്ങോട്ട് കയറി പോന്ന്? ആ വ്ളാത്താങ്കരം ചന്തയില് 10 രൂപയ്ക്ക് 10 ഷഡ്ഡി വിറ്റോണ്ടിരുന്ന നിക്കർ ബ്രാഞ്ചി അമേരിക്ക പോയി 10 പുത്തൻ ഉണ്ടാക്കിയപ്പോൾ ഷഡ്ഡി മാറ്റി ഫ്രെഡി ആക്കിട്ട് എന്റെ മെക്കിട്ട് തരാൻ വരുന്നു. അമേരിക്ക പോയ കാര്യം കൂടുതലൊന്നും പറയല്ലേ? അമേരിക്ക ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്റെ റൂമിലേക്ക് കയറ്റിയപ്പോൾ ഇപ്പോൾ ആ AC കണ്ടിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും പൊക്കത്തി അലമാര വേണമെന്ന് വെച്ചാ ഞാൻ അങ്ങനെ എന്താ വേഡ്സ്? ഞാൻ ഇനിയും വേഡ്സും. നിന്നോട് വേഡ്സ് നിനക്ക് പരാതി വല്ലതും ഉണ്ടോ? എത്ര വെള്ളം മേടിച്ചിക്കോ? ഇവിടെ അച്ഛൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ വീട്ടിലെ യൂറോപ്യൻ ക്ലോസ് കണ്ടിട്ട് അത് വലിയ കൂണാന്ന് പറഞ്ഞു ആരും കാണാതെ കുത്തി കളക്കൊണ്ട് പോയതാണ് ഇവിടെ അച്ഛൻ. എന്നിട്ട് എന്തുവാ, വെട്ടിയപ്പോ മുറിയാതായപ്പോ അമ്മയോട് പറയോ, ഇത് വിഷക്കൂണാണ്, നമുക്ക് തിന്നണ്ടാ.
സത്യശീലൻ അറിയാമോ? ഇയാള് നിക്കറ വിറ്റ കാശ് കൊണ്ട് വലിയ കോടീശ്വരനാന്ന് പറഞ്ഞ് നാട്ടിൽ മൊത്തം പറഞ്ഞു നടന്നു. അവസാനം ഈഡി റെയ്ഡിന് വീട്ടിൽ വന്നപ്പോ ഇയാളുടെ അച്ഛൻ ഈഡിയുടെ കാറിന് ചുടുകട്ട എടുത്തെറിഞ്ഞു. എന്നിട്ട് എന്തുവാ, അച്ഛനെ ഈഡി പിടിച്ചോണ്ട് പോയി. ആണോ സാറേ? അച്ഛനെ ഈടി പിടിച്ചതല്ല, അച്ഛൻ പിടികൊടുത്തതാ. എന്തിന്? അകത്ത് കിടന്നുകൊണ്ട് ഈടിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞത് അച്ഛനെ ഈടി അടിച്ചിട്ട് അച്ഛൻ നാട് നീങ്ങിന്നാണല്ലോ. നിന്നോട് അത് ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എന്തോന്ന് കൂളാടോ? താൻ എന്തോ കൂൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്? ഈ 1 കോടി രൂപയ്ക്ക് ഈ പൊറ്റച്ചാട്ടിന് പൊട്ടുന്ന കാറാണോ താൻ ഉണ്ടാക്കി തരുന്നത്? ദേ ഫ്രെഡി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ പുളുന്താന്റെ മോന്ത കണ്ടപ്പോഴേ ഇവന്റെ മോന്താണ് കുട്ടുള്ള കാറായിരിക്കും ഇവൻ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഇനി എന്റെ അച്ഛനെ ഞാൻ എങ്ങനെ ഹിമാലയത്തിൽ കൊണ്ടുപോകും? ആളെ കയറ്റി വലിച്ചോണ്ട് പോടി. നിങ്ങൾ കൂളാകാൻ നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? പിന്നെ എന്റെ പൊന്നു സാറേ, ഇത് ഒരു 10 ലക്ഷം രൂപയുടെ ബൊമ്പറല്ലേ ഇത്? ഇതിലുള്ള ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഇൻഷുർ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 10-25,000 രൂപയുടെ ചെലവ് സാറിന് വരത്തുള്ളൂ. ബാക്കി പൈസ അവര് കൊടുത്തോളൂ. അതിൽ നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? മൈക്കിൾ ആരാ? മൈ മിസ്റ്റേക്ക്. സോറി സോറി സോറി. ഫ്രെഡി എന്നോട് ടോക്കണ്ട. ഞാൻ പിന്നെ ആരും ടോക്കും? മിസ്റ്റർ ജെന്റിൽമാൻ. നേരത്തെ അങ്ങനെ അല്ലല്ലോ വിളിച്ചേ, കുളുന്താണെന്നാണല്ലോ. അത് വണ്ടി പൊട്ടിയപ്പോ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജെന്റിൽമാൻ. ഓക്കെ. നിങ്ങൾക്കറിയാമോ, ഞാൻ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ്. ഇയാൾ വന്നപ്പോ തൊട്ട് പറയുന്നത് ഞാൻ വേദനിക്കുന്ന കോടീശ്വരൻ. എന്തിനാ ഇതിങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത്? എടാ, ഈ പുല്ലിന് എന്തോ മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞു ഇവൾ എന്നെ എന്നും അങ്ങ് അടിച്ചങ്ങ് ദ്രോഹിക്കൂടാ. ആണോ മാഡം? ചുമ്മാ ആഴ്ചയിൽ 7 ദിവസം മാത്രം. No, it is a wonderful bonus in Bukati Washington and Nigga by birth. അതിന് ഇപ്പൊ ഇത് പറഞ്ഞത്? ഞാൻ അമേരിക്കക്കാരനല്ലേ, ഇംഗ്ലീഷിൽ ക്ലൈമാക്സ് അടിച്ചതാ. ഫ്രെഡി, സോ ഫണ്ണി. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? സനീഷ് ചേട്ടന്റെ കോസ്റ്റ്യൂം. സത്യം. ഏറ്റവും വലിയ കോമഡി എന്നറിയാമോ? കൈ കൊടുക്കാൻ നിന്നിട്ട് വാക്വം ക്ലീനർ. കോട്ട് വിഴുങ്ങിയ മനുഷ്യൻ. കോട്ട് വിഴുങ്ങി കാണുന്നത്. ഇവൻ ചേച്ചിയുടെ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു. അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. അതുപോലെ തന്നെ വഴിപ്പടി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരു ഫയലെ കൊണ്ടുവന്ന് സൈൻ ചെയ്യുന്നത് കണ്ട IAS ഓഫീസർ കണക്ക്. രണ്ടുപേരുടെ എൻട്രി നന്നായിരുന്നു അല്ലേ? ഡീറ്റെയിലിംഗ് ആയിരുന്നു. ആക്ച്വലി നിങ്ങൾ ചെയ്ത സാധനം ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സംഭവമാണല്ലോ ഈ മറ്റേ പട്ടിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ആരാണോ നമുക്ക് സ്പെഷ്യൽ അവരുടെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ നല്ലൊരു ആശ. എനിക്കൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോന്ന് തന്നെ എനിക്ക്. അല്ല, ഇതിപ്പോ ഇവിടെ നാട്ടിൽ ഈ കാലുകൊണ്ട് ചോദിക്കുന്നത്. എനിക്ക് കാർ വാങ്ങിച്ച സമയത്ത്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അന്നൊരു അടുത്ത് ഞാൻ ആരും അറിയണ്ട, നീ നിന്റെ ഇഷ്ടത്തിനാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യിക്ക. അവന് നടുവേനായിരുന്നു, ചെയ്യാൻ പറ്റി. അത് ആക്ച്വലി ചെയ്യുന്നതിന്റെ പിന്നിൽ ഇത് അത് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ എന്ന് വെച്ചാൽ ലക്ഷ്മി എന്നാണ്. അങ്ങനെയല്ലേ ചേച്ചി? അങ്ങനെയാണ്. ഞാനാണല്ലോ ലക്ഷ്മി. നിന്റെ വീട്ടിലെന്ന് പറയണ്ട, സാധാരണ വീടുകളില് അങ്ങനെ വീടിന്റെ ലക്ഷ്മി, വീടിന്റെ മഹാലക്ഷ്മി. പറക്കണോടോ ഇപ്പൊ പറയുക രാവിലെ പറക്കണോടോ, ഇതെല്ലാം പറക്കണം. നിനക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യായിരുന്നു. നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ഉണ്ടല്ലോ അഷ്റഫ് ഗുരുക്കൾ. അഷ്റഫ് ഗുരുക്കൾ പറഞ്ഞ റോപ്പ് ഉണ്ടാകുന്ന മറ്റേ ഹൂക്കി കെട്ടിട്ട് മാഫി ശശി മാസ്റ്റർ വിളിച്ചാ പോരായിരുന്നു. ഇവിടെ എല്ലാം നടുവയ്യാത്തവനും കാലുമേലാത്തവനും മുട്ടുവേദനയുള്ളവനുമാണ്. എനിക്ക് വയ്യ ഇനി ഒരു ഹോസ്പിറ്റൽ കേസ് കൂടെ. ഒരു കാര്യം ചവിട്ടിയുടെ കഥ ഇപ്പോഴേ തീർന്നിട്ടില്ല. ചേട്ടാ അത് ചെയ്യിപ്പിച്ചപ്പോഴേ എനിക്ക് അസൂയ തോന്നി. ആ പൗരുഷം എന്നെ കോൾമറെ കൊള്ളിച്ചു. കോളർ ബോണ്ടിലോ എവിടെ ഡയലോഗ് ഡൂടെന്നല്ല പ്രതിമ തിരിക്കും. എല്ലാരും തിരിച്ചു. അങ്ങനെ ശരിയാക്കിട്ട് പോ മക്കളെ. പറ കോൾമയർ കൊള്ളിച്ചു. ചേട്ടന്റെ പൗരുഷം കണ്ടപ്പോ എനിക്ക് കോൾമയർ കൊള്ളിച്ചു. എനിക്കറിയില്ല. കോൾമയറല്ല, എവിടെന്നെങ്കിലും കൊള്ളും. വെറുതെ പറഞ്ഞോണ്ടിരുന്നാ മതി. ഓ, ഞാൻ എന്താ കേക്കണോ കോളിംഗ് ബെല്ല്. എവിടെ കൊക്കക്കോള കറക്റ്റ് വാക്ക് ഇപ്പൊ എലി പറയും. ആ വാക്ക് പറഞ്ഞു. കോളർ ബോൺ. അല്ലല്ല, കറക്റ്റ് ആണ് പറഞ്ഞത്. കോൾമയർ കൊള്ളിച്ചു. കോൾമയർ. അതെ, കോൾമയർ. മക്കളെ ഇത് മലയാളമാണോ? ഒരാവശ്യമില്ലാത്തടുത്ത് മലയാളം പറയാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റ കോമഡി കേട്ടാ. എവിടെ ചോദിക്കണേ, പ്രണവ് എന്ത് തലയിൽ തൊപ്പിയിട്ടേക്കണ പുള്ളി പരിയാണത്. ചെവിയില് കാറ്റുള്ള യാസിക്കാത്തിരിക്കുന്നുണ്ട് പുള്ളി ഹിമാലയത്തിൽ പനി പിടിച്ച്. തിരിച്ച് സ്കിറ്റിലേക്ക് വരാം. ബാറ്ററി ചാർജ് നോക്കണ്ടേ? നോക്കാം. നോക്കാം. ബയോ
പറന്നിറങ്ങണ ചിരി ചിരി വളചിരി 15,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ക്രെഡിറ്റ് ആയി. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ അടുത്ത തവണ കുറച്ചുകൂടി ഉഷാറാക്കുക, കുറച്ചുകൂടി ബാറ്ററി ചാർജ് കയറട്ടെ. ലെജൻസ് ആണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ ഈ ഫ്ലോറിൽ. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സെലിബ്രിറ്റീസും ഉണ്ട്, അതോടൊപ്പം CM തമിഴ്നാടിന്റെ CM വിജയ് സാറും ഉണ്ട്, കേരളത്തിന്റെ CM നമ്മുടെ VD സതീശൻ സാറും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ MGR പോണ്ട് പറയുമ്പോ എല്ലാം പറഞ്ഞല്ലോ. അതെ, അതുപോലെ തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രശസ്തരും ഈ വേദിയിലുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഇനി ഇവരുടെ കുറച്ച് താര വിളയാട്ടങ്ങൾ നമുക്ക് കാണാം. തീർച്ചയായിട്ടും. എന്ന് പറയുന്നു ഒരു നൊസ്റ്റു ഫീൽ അടിക്കുന്നില്ലേ? സംഭവം ഇവർ അവരുടെ ഫിഗേഴ്സ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കണം എന്നുണ്ട് നേരിട്ട്. കാരണം ഇവരുടെ നേരിട്ട് പോയി നമുക്ക് പിന്നീട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയിരിക്കുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു CM-നെ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ച കാര്യമാണ്. നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ ചിലർ ഫേക്ക് ഐഡിന്ന് ഭയങ്കര ധൈര്യപൂർവ്വം വന്നിട്ട് താഴെ കമന്റ് ഇടും, നീ പോടി ഇങ്ങനെ. ഈ ഫേക്ക് ഐഡിനെ കണ്ടുപിടിച്ച് ജയിലിടാനില്ല എന്തെങ്കിലും വകുപ്പ് നമുക്കുണ്ടോ? പിന്നല്ലേ ഇത് നമ്മുടെ പൂക്കി CM തന്നെ. ഈ ഒരു ഒറ്റ എക്സ്പ്രഷൻ ആണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഒരു CM-ന് ഒറ്റയടിക്ക് പൂക്കി CM എന്നുള്ളൊരു വൈബിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമുക്കും ഇപ്പൊ എങ്ങനെയാണെന്നറിയോ, CM-നെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ചിൽ വൈബ്. സത്യം. ഒരു പേടി എന്നുള്ള സാധനത്തെക്കാട്ടിലും നല്ലത് ആർക്കും എന്തും ചോദിക്കാം, അല്ലെങ്കിൽ ഭയങ്കര കൂളായിട്ട് അപ്രോച്ചബിൾ ആണ്, ഒരു വാംത്ത് ഉണ്ട്. ആൻഡ് ഏത് തലമുറയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മൂപ്പര് ഭയങ്കര കുട്ടികളുടെ ഇടയിലെല്ലാം ഭയങ്കര ഒരു ഹീറോ ആണ്. അതെ, അപ്പോ ദാറ്റ്സ് എ ഗുഡ് തിങ്. ആദ്യമായിട്ട് കുഞ്ഞു കുട്ടികൾ വരെ ഒരു മുഖ്യമന്ത്രിയുടെ ഫാൻ ബോയ്സ് ആണ്. അത്രയ്ക്ക് ഫാൻ ബോയ്സ് ഉള്ള ഒരു മുഖ്യമന്ത്രി. സാധാരണ നമുക്ക് CM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതലും ബഹുമാനമായിരിക്കും. പക്ഷെ ഇത് ബഹുമാനത്തിനോടൊപ്പം സ്നേഹം ഒരു വൈബും ഉണ്ട്. ഞാൻ എന്തോരം നാളെ ഈ റോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനൊക്കെ കാണിച്ചോണ്ട് നടന്നു, ആരും നോക്കി. വൈറലായില്ലേ? ഇന്ന് വൈറലാവാം നമുക്ക് എല്ലാവർക്കും. ഉദ്ദേശവും കൂടെ നമ്മൾ ആലോചിക്കണോടാ. കാണിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി വെച്ചിട്ടാണല്ലോ ഓരോന്ന്. ചുമ്മാ കാണുന്നവരെല്ലാം ഇങ്ങനെ കാണിച്ച കാര്യമില്ല. പക്ഷെ റീൽസിലേക്ക് ഏറ്റവും കൂടുതൽ വന്നതും ഈ ഒരു എക്സ്പ്രഷൻ ആണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതും. ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡിങ്ങും ഈ CM ആണ്. അതുകൊണ്ട് നമുക്ക് ട്രെൻഡിനൊപ്പം ഒന്ന് സഞ്ചരിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ ഒരു എക്സ്പ്രഷൻ തമിഴ്നാട്ടിലെ സാർ വിടട്ടെ. തമിഴ്നാട്ടില് ഹാൻസം CM എന്നുള്ളൊരു ലേബലിലാണ് വിജയ് സാർ അറിയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു എക്സ്പ്രഷൻ ഒന്നും കൂടെ CM സാറേ, കോമഡി മാസ്റ്റേഴ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ നമുക്ക് ആ എക്സ്പ്രഷൻ. ഓക്കെ സാറേ, കോമഡി മാസ്റ്റേഴ്സ് എങ്ങനെയുണ്ട്? അതെ, ആ മ്യൂസിക് ഇപ്പൊ വരുമ്പോ എനിക്ക് ആ പാട്ടിന്റെ വിഷ്വൽസ് അല്ല ഓർമ്മ, നേരെ ഓപ്പോസിറ്റ് CM-ന്റെ വിഷ്വൽസ് ആ വരുന്നത്. ഇതിന്റെ സാധനമാണെങ്കിലും വരുന്നത് CM-ന്റെ ഓർമ്മകളാണ്. അടിപൊളി. ഇനി അടുത്ത നമുക്ക് നമ്മുടെ ഹാൻസം CM-ന്റെ അടുത്ത് വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കാം. അതാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കാര്യം നമ്മുടെ സത്യപ്രതിജ്ഞയൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതേസമയം ഭയങ്കര വൈറലായ ഒരു ഡയലോഗായിരുന്നു, തമ്പി കീഴെ ഇറങ്ങിയതാ മുത്തം കൊടുപ്പേ. അതെനിക്കൊന്ന് കേട്ടാ കൊള്ളാം. മുത്തം കൂടെ വേണോ? അത് ചേട്ടന്റെ താല്പര്യം. അയ്യോ, താല്പര്യം. അല്ലല്ല, കുഴപ്പമില്ല. തമിഴ്നാട്ടിലെ എല്ലായിടത്തെയും പെൺകുട്ടികളും എന്റെ തങ്കച്ചിമാരാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണെന്നറിയില്ല. ഇവള് തങ്കച്ചി, ഞാൻ തങ്കച്ചി. അണ്ണാ, നമ്മ രണ്ട് തങ്കച്ചിക്കാക അന്ത ഡയലോഗ് ഒരു വാട്ടി സൊല്ലുങ്ക. തങ്കച്ചിയാ നിങ്ങൾ രണ്ടും പാർട്ടി. தம்பி கீழே இறங்கு, தம்பி கீழே இறங்குப்பா ப்ளீஸ், கீழே இறங்குப்பா. ஓகே, தேங்க்யூ கீழே இறங்குங்க. മനഃപൂർവ്വം മുത്തം കട്ട് ചെയ്ത് കളഞ്ഞു. തങ്കച്ചിമാർക്ക് മുത്തം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? പക്ഷെ കുഴപ്പമില്ല. ഈ CM-ന്റെ വേറൊരു പ്രത്യേകത എന്താ അറിയോ? CM-ന്റെ നർത്തം, CM-ന്റെ ലുക്സ്, ഗസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര. അതെ, എനിക്ക് വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാ തോന്നുന്നു പുള്ളി അഭിനയം നിർത്തി. അതുകൊണ്ട് ഈ ഫ്ലോറിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു റാം വാക്ക് നടത്തണം. വിജയാണെങ്കിലേ പുള്ളിക്കുണ്ടോ ആഗ്രഹങ്ങള്, അതും കൂടെ നമ്മൾ കണക്ക് കൂട്ടണം. എന്താ സാർ പറയുന്നത്? തങ്കച്ചികളുടെ റാം. ഓ യാ, നമ്മുടെ കേരളത്തിലെ പെൺപിള്ളേരെല്ലാരും നല്ല മനസ്സുള്ളവർ. സാർ, വിത്ത് യുവർ പെർമിഷൻ ക്യാൻ വി? യാ, സാറിനോട് നമ്മൾ ചോദിക്കണമല്ലോ. അടുത്തതായി കോമഡി മാസ്റ്റേഴ്സിൽ ഇളയ ദളപതി വിജയും
വത്സരവക്കത്തുള്ള 3 പാർട്ടിമാരും അവതരിപ്പിക്കുന്ന റാംബാക്ക്. സൂപ്പർ. പ്രേക്ഷകര് എന്തായാലും ഏറ്റെടുക്കുന്ന ഞങ്ങളുടെ റാംബാക്ക് അടിപൊളിയായല്ലേ? തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വൈറലോ, ഭയങ്കര വൈറലോ. ചേച്ചി പറയേച്ചി. അല്ല, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ 3 പെൺകുട്ടികളും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ വിജയ് സാർ തൂക്കി. വേറൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. സൂപ്പർ. എന്നാൽ അതൊക്കെ മേലെ ഒരു പെർഫോമൻസ് ഉണ്ട് ചേച്ചി. നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനി സാർ. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് സത്യൻ പത്തനംതിട്ട. ഒരുപാട് വർഷം കൊണ്ട് മ്യൂക്രി വേദിയിൽ രജനീകാന്തും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വെറൈറ്റി സാധനമുണ്ട്. ടൈഗർ കാ ഹുക്കം. ആഫ്രിക്കയിൽ ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു, അമേരിക്കയിൽ ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു. ഡോക്ടർ നോക്കിക്ക് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ഇവിടുന്ന് നമ്മള് രജനി സാറിനെ കണ്ടോണ്ടിരിക്കുമ്പോ അവിടുന്ന് വേറെ സൗണ്ട് ഒക്കെ വരുന്നു. ഒരു മിനിറ്റ് നമ്മള് confused ആയി പോയി. ഇവിടെ ഇരിക്കുന്ന വടക്കേക്കര. അതെ, നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ. ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് പെർഫോമൻസ് ഉണ്ടോ? പിന്നെ ലാലേട്ടന്റെ ആണെങ്കിൽ വേണ്ട. ഒരു മിനിറ്റ്, ഒന്ന് വിജയ് സേതുപതി സാറിന് തണുക്കും, ഒന്ന് ആ ബട്ടൺസ് ഇടുക. വന്നപ്പോ മുതൽ എനിക്ക് പോലെ അതിലും കൂടുതൽ ബട്ടൺസ് ഊരിട്ടിട്ട് നമ്മുടെ മാളച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്. നീ പുള്ളി എന്താണ് അല്ല, ശ്രദ്ധിക്കാത്തത്? പുള്ളിക്ക് കേരളത്തിലെ ക്ലൈമറ്റ് അറിയാലോ. വിജയ് സാർ എപ്പോഴാ വരുന്നത്, നമ്മൾ വേണ്ടേ നോക്കാൻ? വന്നതും തൊട്ട് വിജയ് സേതുപതിയുടെ തോളിലാണ് കേട്ടോ. പക്ഷെ നമുക്ക് വേറെ ഒരു പേരിട്ടാലോ? രജനീകാന്തും കുതിരവട്ടം പപ്പും കൂടി ചെയ്ത ചേട്ടന് പപ്പുകാന്ത് എന്ന് പേരിട്ടെങ്ങനെ? നമ്മൾ ആരും ഒന്നും മിണ്ടരുത്. കാരണം ഇവൻ കാരണം 2 എഡിറ്റർമാർ അമൃത ടിവിയിൽ കഞ്ഞൊഴിച്ച് കിടക്കുകയാണ്. ഇവന് വേണ്ടി 2 എഡിറ്റർമാരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഇവന്റെ സ്ഥാനം മാത്രം എഡിറ്റ് ചെയ്യും. മൃദുല വരാത്തോണ്ട് ഷൈൻ ചെയ്യാൻ നോക്കിയതാ പേരിടൽ സ്റ്റാർ. അത് മാത്രമല്ല, എപ്പോഴും ഒരു എപ്പിസോഡിൽ അഖിൽ ചേട്ടൻ പറഞ്ഞു അർജുൻ പിന്നെ ശ്രീവിദ്യ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആണുങ്ങളുടെ ശ്രീവിദ്യ. ഇപ്പൊ എനിക്കത് മനസ്സിലായി, കറക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആണുങ്ങളുടെ ശ്രീവിദ്യ എന്ന അപരനാമത്തിൽ അർജുൻ അറിയപ്പെടുകയാണ്. ആ ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്താലോ? ഒരൊറ്റ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നല്ലതാണേലും പറയാവൂ. അതല്ല, റിക്വസ്റ്റ് ആണ്. എനിക്ക് ആ ശ്രീവിദ്യയുടെ അപരന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്തോണ്ട് ആ പപ്പുകാന്ത് എന്നുള്ള പേര് ഞാൻ തിരിച്ചെടുത്തോട്ടെ. ഇല്ലില്ല, തിരിച്ചാൽ നിനക്കുള്ളതാ. നിനക്ക് മാത്രമുള്ളത്. പ്രേക്ഷകരെ നിങ്ങൾ ആരും വിഷമിക്കണ്ട. നീ ഇതിന്റെ ഇടയ്ക്ക് നീ ചുമ്മാ പപ്പുകാന്ത് അടിച്ച് അവരെ ബോറടിപ്പിക്കരുത്. അതായത് നമ്മൾ ഇനി ഇതാ നമ്മൾ 1-2 പേരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അവരുടെ പേര് കണ്ടു, അവരുടെ പെർഫോമൻസ് കണ്ടു. ഇനിയും കുറച്ച് പേര് ഇരിപ്പുണ്ട്. ഇവരുടെ പെർഫോമൻസുകൾ, ഇവരുടെ പേരുകളൊക്കെ വഴിയെ നിങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ ഇടയിൽ അർജുൻ കേറില്ല എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു. എനിക്ക് മുട്ടി നിൽക്കുന്നോണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ശ്രീവിദ്യ അല്ല, നിങ്ങൾക്ക് ഐശ്വര്യ റായ് വരും ബോളിവുഡിൽ നല്ലാണ്ട്. Calm down, Sarah, calm down. ഇന്നത്തെ എപ്പിസോഡ് ഗംഭീര എപ്പിസോഡായിരുന്നു. ഏറ്റവും വലിയൊരു തെളിവ് നടന്ന എന്റെ സൗണ്ട് പോയി. നമ്മളെല്ലാവരുടെയും സൗണ്ട് പോയി. ചിരിക്ക് ചിരി, കാഴ്ചക്ക് കാഴ്ച, സെലിബ്രിറ്റീസ്. എന്തായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? ഇന്ന് നമ്മുടെ ഫ്ലോറിൽ ഒരു ഉത്സവമായിരുന്നു. ഉത്സവം, സിനിമ, മാത്രമല്ല ഒരു വിഷ്വൽ ട്രീറ്റ്. അയ്യോ, ആ വിഷ്വല് ക്രാക്ക് വീണല്ലോ. ആ വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരെ ഓരോ കൗണ്ടേഴ്സ് വരുന്നുണ്ടായിരുന്നു. എനിവേസ്, എനിക്ക് ഉറപ്പാണ് നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡിൽ 150 സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സാധാരണ നമ്മൾ സ്കിറ്റിലാണ് ബാറ്ററി ചാർജ് കയറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രേക്ഷകരുടെ ബാറ്ററി ഫുൾ ഓൺ ആണ്. അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എങ്കിൽ ഈ ആവേശത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങളെ ആ തന്നൊരു സപ്പോർട്ട്, നിങ്ങളുടെ ഓരോ ഫിഗർ ഷോയും കിഡിലമായിരുന്നു. ഇനി ഒന്നും പറയാനില്ല ചേച്ചി. ഇന്നത്തെ മെയിനും ബ്രൈറ്റും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മളെല്ലാവരുമാണ് ഇന്നത്തെ മെയിനും ഇന്നത്തെ ബ്രൈറ്റും. ഇത് പറഞ്ഞുകൊണ്ട് ബ്രഷ് ബിഫോർ ബെഡ് യൂസിംഗ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്.
അല്ലേ അത്രേ ഉള്ളൂ. സൗണ്ട് പോയടാ. എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ പ്രേക്ഷകർ, ഇതുപോലെ സൗണ്ട് പോകുന്ന എപ്പിസോഡിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ സൗണ്ട് ഒക്കെ തിരിച്ചു വരും. അതിന് എനിക്ക് അടുത്ത എപ്പിസോഡ് വേണം. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും. അതിലേക്കും ബൈ, ഗുഡ് നൈറ്റ്.